മുമ്പ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എക്സ്പ്രഷൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് വരുന്ന ടോപ്പിക്കാണ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ പൈത്തൺ. Any instruction that a Python interpreter can execute is called a statement. അപ്പോൾ പൈത്തൻ്റെ ഇന്റർപ്രറ്റർ എക്സിക്യൂട്ട് ചെയ്യുന്ന ഏതൊരു ഇൻസ്ട്രക്ഷന് പറയുന്ന പേരാണ് സ്റ്റേറ്റ്മെന്റ് എന്ന്. ഇനി ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, നമ്മൾ നേരത്തെ തൊട്ടേ പഠിക്കുന്നതാണ് ഇൻസ്ട്രക്ഷൻ എന്താണെന്നുള്ള കാര്യം. എന്താണ്? നമ്മൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കുറേയധികം സെറ്റ് ഓഫ് കമാൻഡ്സിന് പറയുന്ന പേരാണ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിനെ ഇൻസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ന പോലെ ചെയ്യണം, ഇന്നതാണ് ചെയ്യേണ്ടത്, ഇന്ന ഓപ്പറേഷനാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മൾ പൈത്തന് പറഞ്ഞു കൊടുക്കുന്ന കമാൻഡിന് പറയുന്ന പേരാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. Here is the answer. An instruction is an order or command given to a computer processor by a computer program to perform some mathematical or logical manipulations. അപ്പോൾ എന്ത് ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണ് നമുക്ക് കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്, അതിനുവേണ്ടിയുള്ള കമാൻഡാണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. കുറേയധികം സെറ്റ് ഓഫ് കോഡ്സിന് പറയുന്ന പേരാണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. And each and every line or a sentence in any programming language is called an instruction. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പൈത്തനകത്ത് നമ്മുടെ പൈത്തൺ ഇന്റർപ്രറ്റർക്ക് നമ്മൾ കൊടുക്കുന്ന ഓരോ ഇൻസ്ട്രക്ഷനും പറയുന്ന പേരാണ് സ്റ്റേറ്റ്മെന്റ് എന്ന്. ഇനി സ്റ്റേറ്റ്മെന്റിന്റെ എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? എക്സിന്റെ വാല്യൂ 3 ആണ്. അപ്പൊ അതെന്താണ്? നമ്മുടെ പൈത്തനകത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി പ്രിന്റ് ഓഫ് എക്സ്, അതായത് എക്സിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കമാൻഡ് കൊടുത്തിരിക്കുക. അപ്പൊ അതും എന്താണ്? പൈത്തനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ ഇന്റർപ്രറ്ററിനകത്ത് നമ്മൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പൈത്തനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഇന്റർഫേസിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഓരോ ലൈനിനും പറയുന്ന പേരാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ ബേസിക് ആയിട്ടും നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് സ്റ്റേറ്റ്മെന്റ്സുകളുണ്ട്. ഈഫ് സ്റ്റേറ്റ്മെന്റ്, എൽസ്, അല്ലെങ്കിൽ നമ്മുടെ ലൂപ്പുകൾ, അങ്ങനെയുള്ളവ. അപ്പോൾ അത് നമ്മൾ അടുത്ത ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടും ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത മെയിൻ ഹെഡിങ് ആണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അപ്പം നമുക്ക് സിലബസിനകത്ത് പഠിക്കാൻ വേണ്ടിയുള്ളത് പൈത്തനകത്തെ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ മാത്രമാണ്. ഞാനിവിടെ പൈത്തനകത്ത് എല്ലാ ഓപ്പറേറ്റേഴ്സിനെ പറ്റിയുള്ള നോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളതൊന്ന് റെഫർ ചെയ്യുക. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് ആർ ദ കൺസ്ട്രക്ട് വിച്ച് ക്യാൻ മാനിപ്പുലേറ്റ് ദ വാല്യൂ ഓഫ് ഓപ്പറാൻഡ്സ്. Consider the expression 4 plus 5 equal to 9. Here 4 and 5 are called operands and plus is called operator. അപ്പോൾ എന്താണ് ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ? നമ്മൾ പറഞ്ഞായിരുന്നു, ഓപ്പറാൻഡ്സിന്റെ വാല്യൂ വെച്ച് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന സിമ്പിൾസിന് പറയുന്ന പേരാണ് ഓപ്പറേറ്റർ. ഒരു എക്സ്പ്രഷനകത്ത് സിമ്പിൾ ആണ് എന്ത്? ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇതിനകത്ത് വാല്യൂ അല്ലെങ്കിൽ വേരിയബിളിനെയാണ് നമ്മൾ ഓപ്പറാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറാൻഡ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾസിന് പറയുന്ന പേരാണ് ഓപ്പറേറ്റർ. അപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ആവുമ്പോഴോ, അരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് ഏത്? അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളിനകത്ത് 4 plus 5 equal to 9 എന്ന് തന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അവിടെ 4ഉം 5ഉം ഒക്കെ എന്താണ്? എക്സ്പ്രഷനകത്തെ ഓപ്പറാൻഡ്സിന്റെ വാല്യൂസ് ആണ്. അവിടെ പ്ലസ് എന്ന് പറയുന്നതാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓപ്പറേറ്റർ ആണ്. 9 എന്ന് പറയുന്നത് എക്സ്പ്രഷന്റെ റിസൾട്ട് ആണ്. ടൈപ്സ് ഓഫ് ഓപ്പറേറ്റർ. നമ്മുടെ പൈത്തൺ ലാംഗ്വേജിനകത്തെ ഡിഫറെന്റ് ടൈപ്സ് ഓപ്പറേറ്റേഴ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ഉണ്ട്, കമ്പാരിസൺ ഓപ്പറേറ്റർ അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേറ്റർ, അസൈൻമെന്റ് ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, ബിറ്റ് വൈസ് ഓപ്പറേറ്റർ, മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ, ഐഡന്റിറ്റി ഓപ്പറേറ്റർ. ഇപ്പോൾ ബേസിക് ആയിട്ട് ഇത്രയാണ് ക്ലാസിഫിക്കേഷൻസ് ഉള്ളത്. ഫസ്റ്റ് വൺ, പൈത്തൺ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ബേസിക് ആയിട്ട് എന്തിനാണ്? അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നൊക്കെ പറയുന്ന ബേസിക് ആയിട്ടുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്പറേറ്റേഴ്സിന് പറയുന്ന പേരാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സാമ്പിളിനകത്തെ എ ബി എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസിന്റെ വാല്യൂ 10ഉം 20ഉം ആണെന്ന് അസ്യൂം ചെയ്യുക.
അപ്പോൾ ഫസ്റ്റ് വൺ അഡീഷൻ. അഡീഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലസ് എന്ന് പറയുന്ന സിമ്പിളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? രണ്ടോ അതിലധികമോ വാല്യൂസിനെ തമ്മിൽ, അല്ലെങ്കിൽ ഓപ്പറേറ്ററിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള വാല്യൂസിനെ തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ A+B = 30. എയുടെയും ബിയുടെയും വാല്യൂ തന്നിട്ടുണ്ട്, 10ഉം 20ഉം ആയിരുന്നു. അപ്പോൾ 10ഉം 20ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ 30 കിട്ടി. അടുത്തത് സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷൻ നമ്മൾ മൈനസ് എന്ന് പറയുന്ന സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് സബ്ട്രാക്ട്സ് റൈറ്റ് ഹാൻഡ് ഓപ്പറാൻഡ് ഫ്രം ലെഫ്റ്റ് ഹാൻഡ് ഓപ്പറാൻഡ്. റൈറ്റ് ഹാൻഡ് ഓപ്പറാൻഡിൽ നിന്നും ലെഫ്റ്റ് ഹാൻഡ് ഓപ്പറാൻഡ്, അതായത് നമ്മുടെ ഓപ്പറേറ്ററിന്റെ റൈറ്റ് സൈഡിലുള്ളതിൽ നിന്നും ലെഫ്റ്റ് സൈഡ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. എക്സാമ്പിൾ A-B = -10. 10ൽ നിന്നുമാണ് നമ്മൾ -20 കുറയ്ക്കുന്നതുകൊണ്ടാണ് -10 എന്ന് പറഞ്ഞു വന്നത്. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ സ്റ്റാർ എന്നുള്ള സിമ്പിളിൽ, അല്ലെങ്കിൽ അസ്റ്ററിസ്ക് എന്ന് പറയുന്ന സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. മൾട്ടിപ്ലൈസ് വാല്യൂസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ ഓപ്പറേറ്റർ. മൾട്ടിപ്ലിക്കേഷനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ റിപ്പീറ്റ് ആയിട്ടുള്ള അഡീഷനെയാണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഡിവിഷൻ. ബേസിക് ആയിട്ടുള്ള ഡിവിഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അടുത്തത് മോഡുലസ്. ഡിവൈഡ്സ് ലെഫ്റ്റ് ഹാൻഡ് ഓപ്പറാൻഡ് ബൈ റൈറ്റ് ഹാൻഡ് ഓപ്പറാൻഡ് ആൻഡ് റിട്ടേൺസ് റിമൈൻഡർ. അതിന് വേണ്ടിയിട്ട് മോഡുലസ് യൂസ് ചെയ്യുന്നത്, ഡിവിഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ഉണ്ടല്ലോ, ആ റിമൈൻഡറിനെ തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മോഡുലസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അടുത്തത് എക്സ്പോണന്റ്. പെർഫോംസ് എക്സ്പോണൻഷ്യൽ കാൽക്കുലേഷൻ ഓർ ഓപ്പറേറ്റേഴ്സ്. നമുക്ക് പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ 10⁻², അല്ലെങ്കിൽ 10⁻4 അങ്ങനെയുള്ള പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ, എക്സ്പോണന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എക്സ്പോണന്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് ഫ്ലോർ ഡിവിഷൻ എന്ന് പറയുന്നത്. ഫ്ലോർ ഡിവിഷൻ, ദ ഡിവിഷൻ ഓഫ് ഓപ്പറാൻഡ്സ് വേർ ദ റിസൾട്ട് ഈസ് ദ quotient in which the digits after the decimal point are removed. But if one of the operands is negative, the result